നമസ്കാരം. തൃശ്ശൂർ ജില്ലയിൽ കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസിൽ കേച്ചേരിയിൽ നിന്ന് ഏതാണ്ട് 4 കിലോമീറ്റർ മാറിയാണ് ചെമ്മന്തിട്ട മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പരശുരാമനാൽ സ്ഥാപിതമായ 108 മഹാദേവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചെമ്മന്തിട്ട മഹാദേവ ക്ഷേത്രം. കിഴക്കോട്ട് ദർശനമായി 6 അടിയോളം ഉയരമുള്ള കൃഷ്ണശിലയിൽ തീർത്ത ശിവലിംഗ പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. കേരള ദ്രാവിഡ മാതൃകയിലുള്ള ക്ഷേത്രത്തിൻ്റെ വട്ടശ്രീകോവിലിന് ചുറ്റും 17-18 നൂറ്റാണ്ടുകളിലായി വരച്ച ചുവർ ചിത്രങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു. ശ്രീരാമ പട്ടാഭിഷേകം, കാളിയമർദ്ദനം, മോഹിനി, വേട്ടയ്ക്കൊരു മകൻ, വിഷ്ണു, 1000 കണ്ണുള്ള ഇന്ദ്രൻ, നരസിംഹം, ദുർഗ, കൃഷ്ണലീല തുടങ്ങിയവയാണ് പ്രധാന ചുമർ ചിത്രങ്ങൾ. ശ്രീകോവിലിൻ്റെ മേൽക്കൂര ചെമ്പോലയിൽ പൊതിഞ്ഞതാണ്. കൊട്ടിയൂരിൽ നടന്ന ദക്ഷയാഗത്തിൽ ജീവത്യാഗം ചെയ്ത സതീദേവിയുടെ വിയോഗ വാർത്തയറിഞ്ഞ് താണ്ഡവമാടുന്ന പരമശിവൻ്റെ ഉഗ്രരൂപമാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്കുള്ളത്. നാലമ്പലത്തിനകത്ത് തെക്കുഭാഗത്തായി ഗണപതിയും വടക്കുഭാഗത്തായി ദുർഗാദേവിയും ഉപദേവതമാരായി കുടികൊള്ളുന്നു. നാലമ്പലത്തിന് പുറത്ത് പ്രദക്ഷിണ വഴിക്ക് തെക്കുഭാഗത്തായി ശാസ്താവിനെയും പൂർണ്ണ പുഷ്കല ദേവിമാരെയും ഒരുമിച്ച് പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നു. ശാസ്താ പ്രതിഷ്ഠയ്ക്ക് തെക്കുഭാഗത്തായി നാഗരാജാവിനെയും നാഗയക്ഷിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അവിടെ നിന്നും നേരെ മുൻപിൽ ഒരേ തറയിലായി വേട്ടക്കാരൻ, നനദുർഗ, നാഗങ്ങൾ, ഭദ്രകാളി എന്നീ പ്രതിഷ്ഠകളും ദർശിക്കാവുന്നതാണ്. വടക്കു പടിഞ്ഞാറ് ഭാഗത്തുള്ള പ്രത്യേക വട്ട ശ്രീകോവിലിൽ നരസിംഹമൂർത്തി കുടികൊള്ളുന്നു. മിഥുന മാസത്തിലെ ചിത്ര നക്ഷത്രത്തിലാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടന്നത്. പ്രതിഷ്ഠാ ദിനത്തെ കൂടാതെ മീനമാസത്തിലെ തിരുവാതിര നാളിൽ ആറാട്ടോടുകൂടിയ ഉത്സവം കൊണ്ടാടുന്നു. ഇതിനു പുറമെ ശിവരാത്രി, അഷ്ടമി രോഹിണി, ധനുമാസത്തിലെ തിരുവാതിര മുതലായവ സമുചിതം ആഘോഷിക്കാറുണ്ട്. ആനപ്പള്ള മാതൃകയിൽ ചെങ്കല്ലിൽ തീർത്ത ചുറ്റുമതിലും ശില്പഭംഗിയോടുകൂടിയ മേൽക്കൂരയില്ലാത്ത പ്രധാന ഗോപുരവും പടവുകളോടുകൂടിയ കുളവുമെല്ലാം വളരെ ആകർഷണീയമാണ്. ശിവഭൂതഗണങ്ങളാണ് ഇവയെല്ലാം നിർമ്മിച്ചത് എന്നൊരു വിശ്വാസവും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. വളരെയേറെ പ്രത്യേകതകളുള്ള ഈ ക്ഷേത്രത്തിൽ അത്താഴപൂജയ്ക്ക് ശേഷം ആരും തന്നെ അകത്തേക്ക് പ്രവേശിക്കാറില്ല എന്നും ക്ഷേത്രത്തിനകത്തു നിന്നും പല ശബ്ദങ്ങളും ഇപ്പോഴും കേൾക്കുന്നത് പതിവാണ് എന്നും ദേശവാസികൾ പറയുന്നു. അതീവ ശുദ്ധിയോടുകൂടി മാത്രമേ ഭക്തർ ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാറുള്ളൂ. വർഷങ്ങൾക്ക് മുൻപ് അറിയാതെ അശുദ്ധിയുണ്ടായ ഒരവസരത്തിൽ ക്ഷേത്രനട തുറക്കുവാൻ മേൽശാന്തിയെ സർപ്പങ്ങൾ അനുവദിക്കാതിരുന്നതും പ്രായശ്ചിത്ത കർമ്മങ്ങൾക്ക് ശേഷം മാത്രം നട തുറക്കുവാൻ കഴിഞ്ഞതുമായ അനുഭവങ്ങൾ ഈ ക്ഷേത്രത്തിനുണ്ട്. 1982 മുതൽ കേന്ദ്ര പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണത്തിലാണ് ഈ ക്ഷേത്രവും പരിസരവുമെല്ലാം. രാവിലെ 5 മണി മുതൽ 9:30 വരെയും വൈകിട്ട് 5:30 മുതൽ രാത്രി 8 മണി വരെയുമാണ് സാധാരണയായി ഈ ക്ഷേത്രത്തിലെ ദർശന സമയം.